ഓപ്പറേഷൻ സിന്ദൂറിന്റെ താരമായ 5S-400 വിമാനങ്ങൾ കൂടി വാങ്ങാൻ ഇന്ത്യ റഷ്യയുമായി ചർച്ച നടത്തുന്നു. 5 അധിക S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സംയുക്തമായി നിർമ്മിക്കുന്നതിനോ വാങ്ങുന്നതിനോ ഉള്ള സാധ്യതകൾ പരിശോധിക്കുന്നതിനായി മുതിർന്ന പ്രതിരോധ മന്ത്രാലയ ഉദ്യോഗസ്ഥർ ഈ ആഴ്ച റഷ്യൻ പ്രതിരോധ പ്രതിനിധികളുമായി ചർച്ച നടത്തുമെന്നാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടാതെ ഇസ്ലാമാബാദുമായി മോസ്കോയുടെ സൈനിക സഹകരണത്തെക്കുറിച്ചുള്ള വിമർശനങ്ങൾക്കിടെയാണ് ഇന്ത്യ റഷ്യയുമായി ചർച്ച നടത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പാകിസ്ഥാന് എഞ്ചിനുകൾ നൽകാൻ റഷ്യ സമ്മതിച്ചതായി ചില വ്യാജ പ്രചാരണങ്ങൾ വന്നിരുന്നു. ആ സാഹചര്യത്തിൽ റഷ്യയുമായി കൂടുതൽ ബന്ധം വെച്ചു പുലർത്തുന്നതിന് ഇന്ത്യക്കെതിരെ പല നേതാക്കളും വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. പുടിൻ മോദി ബന്ധം തകർക്കാൻ ഒരു പാകിസ്ഥാനിയും ആഗ്രഹിക്കേണ്ട എന്നാണ് മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നത്. അതിന്റെയൊക്കെ പ്രതിഫലമായിട്ടാണ് നിലവിലെ ചർച്ചകളുടെ തുടക്കം കുറിക്കൽ. ഡിസംബർ 5-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള വാർഷിക ഉച്ചകോടിക്കായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുന്നതിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായാണ് ഈ ചർച്ചകൾ. അമേരിക്കയുടെ എതിരാളികൾക്കെതിരായ ഉപരോധ നിയമപ്രകാരം ഉപരോധങ്ങൾക്ക് കാരണമാകുമെന്ന് അമേരിക്കയുടെ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നിട്ടും 5 യൂണിറ്റ് S-400 ട്രയം മിസൈൽ സംവിധാനങ്ങൾക്കായി 2018 ഒക്ടോബറിൽ ഇന്ത്യ റഷ്യയുമായി $5 ബില്യൺ കരാറിൽ ഒപ്പുവെച്ചു. ഇതുവരെ 3 സ്ക്വാഡ്രണുകൾ വിതരണം ചെയ്തു കഴിഞ്ഞു. ബാക്കിയുള്ള 2 2026 അവസാനത്തോടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ S-400 സംവിധാനങ്ങൾ അവയുടെ ഫലപ്രാപ്തി തെളിയിച്ചിരുന്നു. വ്യോമാക്രമണ ഭീഷണികളെ വിജയകരമായി തടയുകയും ചൈനീസ് ദീർഘദൂര ആയുധങ്ങൾ ഉപയോഗിച്ച് പാകിസ്ഥാൻ സേനയുടെ ആവർത്തിച്ചുള്ള ലക്ഷ്യശ്രമങ്ങളെ അതിജീവിക്കുകയും ചെയ്തു. S-400 സംവിധാനത്തെക്കുറിച്ചുള്ള ഭയം കാരണം പാകിസ്ഥാൻ തങ്ങളുടെ എല്ലാ വ്യോമസേനാ യൂണിറ്റുകളും ഇന്ത്യൻ അതിർത്തിയിൽ നിന്നും 300 കിലോമീറ്ററിനപ്പുറത്തേക്ക് മാറ്റേണ്ടി വന്നു. മെയ് 10-ന് വിമാനവും പറന്നുയരുന്നില്ല. ഇന്ത്യയുടെ 7000 കിലോമീറ്റർ അധികം ദൈർഘ്യമുള്ള തീരപ്രദേശത്തുടനീളമുള്ള വ്യോമ പ്രതിരോധ കവറേജ് ശക്തിപ്പെടുത്തുന്നതിനും വടക്കൻ കമാൻഡ് മേഖലയിലെ വിടവുകൾ പരിഹരിക്കുന്നതിനുമായി 5 അധിക സംവിധാനങ്ങൾക്കായി ഇരുപക്ഷവും ഇപ്പോൾ ചർച്ചകൾ നടത്തിവരികയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 2018-ലെ വിലയിൽ നിന്നും വാർഷിക വർധനവ് ഉൾപ്പെടുന്ന പുതിയ സംവിധാനങ്ങളുടെ വില സംബന്ധിച്ച് ഇരുപക്ഷവും സമ്മതിച്ചതായി റിപ്പോർട്ടുകളുമുണ്ട്. നടപടിക്രമങ്ങൾ ഇപ്പോഴും അന്തിമമാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലും 3 സിസ്റ്റങ്ങൾ പൂർണ്ണമായും വാങ്ങുകയും ബാക്കിയുള്ള 2 സാങ്കേതിക കൈമാറ്റ ക്രമീകരണത്തിന് കീഴിൽ ഇന്ത്യൻ സ്വകാര്യ മേഖലയിലെ കമ്പനികൾ വഴി നിർമ്മിക്കുകയും ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ ചർച്ചകളിൽ ഉൾപ്പെടുന്നു. ഗവൺമെന്റ് ടു ഗവൺമെന്റ് റൂട്ടിലൂടെ അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന നിർദ്ദിഷ്ട കരാറിൽ ആഭ്യന്തര വ്യവസായവുമായി സഹകരിച്ച് അറ്റകുറ്റപ്പണികൾ, ഓവർഹോൾ സൗകര്യങ്ങൾ ഉൾപ്പെടും. കഴിഞ്ഞ ആഴ്ച സാധ്യമായ ഏറ്റെടുക്കലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ചീഫ് ഓഫ് എയർ സ്റ്റാഫ് എയർ ചീഫ് മാർഷൽ AP സിംഗ് അധിക വാങ്ങലുകൾക്കുള്ള പദ്ധതികൾ സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തില്ല. വ്യക്തമായും അത് ഗുണം ചെയ്തിട്ടുണ്ട്. അതിനാൽ അത്തരം കൂടുതൽ സിസ്റ്റങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്ന എണ്ണത്തിന് പരിധിയില്ല, അദ്ദേഹം അടുത്തിടെ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഇത് നല്ലൊരു ആയുധ സംവിധാനമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് സ്വന്തമായ ഒരു സംവിധാനം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ ഞങ്ങൾ അത് തീരുമാനിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.